ഹലോ ഫ്രണ്ട്സ്, ടെക്കി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി. സാധാരണ എന്ന് പറയുമ്പം നമ്മളൊരു ഡിവൈസ്, ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് അതൊന്നുമല്ല ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് നമ്മുടെ കേരള സർക്കാർ കുറച്ച് മാസങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന കിറ്റ്, സൗജന്യ കിറ്റ്. അതായത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഡിസംബർ മാസത്തെ കിറ്റ്. ഈ മാസത്തെ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നും അത് എത്ര തൂക്കമുണ്ടെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസംബർ മാസത്തെ കിറ്റ്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിലുള്ള സാധനങ്ങൾ. ഇത് തേയില, 1/4 കിലോ തേയിലയുണ്ട്. പിന്നെ വരുന്നത് ചെറുപയർ, അത് 1/2 കിലോ ഉണ്ട്. പിന്നെ മുളക് പൊടി, അത് ഇപ്രാവശ്യം 2 പാക്കറ്റുണ്ട്. പിന്നെ വരുന്നത് പഞ്ചസാര 1 കിലോ. പിന്നെ വരുന്നത് നുറുക്ക് ഗോതമ്പ്, ചിലയിടത്ത് ആട്ടമായിരിക്കും. ഗോതമ്പ് 1 കിലോ ഉണ്ട്. പിന്നെ വരുന്നത് ഉഴുന്ന് 1/2 കിലോ, ഉഴുന്ന് 1/4 കിലോ. കടല, കറിക്കടല, അത് 1/2 കിലോ ഉണ്ട്. പിന്നെ വരുന്നത് ഉപ്പാണ്, പൊടിയുപ്പ്, അത് 1 കിലോ പാക്കറ്റാണ് വരുന്നത്. പിന്നെ വരുന്നത് വെളിച്ചെണ്ണ, ശബരിയുടെ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ 1/2 കിലോ. പിന്നെ വരുന്നത് പരിപ്പാണ്, സാമ്പാർ പരിപ്പ്, അത് 250 ഗ്രാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് കിറ്റിലുള്ളത്. മൊത്തം 10 കൂട്ട സാധനം. പിന്നെ ഒരു തുണിസഞ്ചിയുണ്ട്. അങ്ങനെ 11 കൂട്ട സാധനമാണ് ഇപ്രാവശ്യത്തെ കിറ്റിലുള്ളത്. നമ്മൾ റേഷൻ കടയിലെ കിറ്റിൻ്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് റേഷൻ കടയിലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു വ്യത്യസ്തമായ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, വ്യത്യസ്തമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ കിറ്റിൽ വരുന്ന സാധനങ്ങൾ ലഭ്യത അനുസരിച്ച് പല താലൂക്കുകളിലും പല സ്ഥലങ്ങളിലും ഐറ്റം ചെറിയൊരു വ്യത്യാസം കാണും. അതായത് ചില സ്ഥലത്ത് വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിലായിരിക്കും, ചില സ്ഥലത്ത് സൺഫ്ലവർ ഓയിലായിരിക്കും. പിന്നെ ചില സ്ഥലത്ത് ആട്ടയാണ്. ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത്, നേരത്തെ ആട്ടയാണ് വന്നിരുന്നത്. ഈ പ്രാവശ്യത്തെ ആട്ടയുടെ അവൈലബിലിറ്റി കുറവായത് കാരണം നുറുക്ക് ഗോതമ്പാണ് വരുന്നത്. അങ്ങനെ സാധനങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.